എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്കെതിരെ ശത്രുവായവൻ ഒരുക്കുന്ന കെണികളൊക്കെ അങ്ങോട്ട് തന്നെ തിരിച്ചയക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ആധാരമായി ഞാൻ പറഞ്ഞത് യശയ്യാപ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് പറഞ്ഞത്. നമ്മൾക്കെതിരെയുള്ള മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ തുടങ്ങി നമ്മൾക്കെതിരെ അയക്കുന്ന ഏത് ആയുധങ്ങളെയും അയച്ച വ്യക്തികളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്നതും, നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും, നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിറവടിയായി ഭവിക്കാതിരിക്കുകയില്ല എന്നുള്ള വചനം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമൻറ്റുകളിൽ എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ചു. അതിനകത്ത് കുറേ കമൻറ്റുകൾ എഴുതിയിരിക്കുന്നതും എനിക്കുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഇന്നയാൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ ഇന്ന വ്യക്തികൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചില വ്യക്തികളെയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടു. ഓർക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും വ്യക്തികളെ നമ്മൾക്ക് റിവീൽ ചെയ്ത് തരത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾക്കെതിരായി പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളെ ഒരിക്കലും ദൈവം നമ്മൾക്ക് റിവീൽ ചെയ്ത് തരത്തില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾക്ക് അവരോടൊരു വെറുപ്പും വിദ്വേഷവും വെച്ച് നമ്മൾ പ്രതികാര നടപടിക്ക് പോകേണ്ട കാര്യമില്ല. അതാര് ചെയ്തോളും? അത് ദൈവം ചെയ്തോളും. ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. നമ്മൾ എന്ത് ചെയ്യേണ്ട? ദൈവം ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ഏറ്റെടുക്കേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? മിണ്ടാതിരുന്ന ദൈവം ആരാണെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളുക, അല്ലേ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക, അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്താൽ മതി. നമ്മൾക്ക് അവരോട് നമ്മളായിട്ട് ഒരു പ്രശ്നത്തിന് പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യുവാനായിട്ട് എഴുന്നേൽക്കണ്ട. അതുകൊണ്ടാണ് ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കെതിരെയുള്ള വ്യക്തികളെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരാത്തത്. അത് നിങ്ങൾ എത്ര പ്രവാചകന്മാരുടെ അടുത്ത് പോയിരിക്കും, അവർ നമ്മളോട് ഇപ്പോൾ പറയും, നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്താണ്, ചുറ്റുവട്ടങ്ങളിലാണ്, ദേശത്താണ് എന്നൊക്കെ പറയത്തുള്ളൂ. ഒരിക്കലും വ്യക്തികളെ പറയത്തില്ല. കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ അവരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട? നമ്മൾ അവരോട് വിദ്വേഷം വെച്ചുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ കാണുമ്പോൾ ഒരു ഭയങ്കരമായ പകയും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ വരണ്ട. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്? ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് വ്യക്തികളെ വെളിപ്പെടുത്താത്തത്. ഇനി നമ്മൾ ഇപ്പോൾ കമൻ്റ് ഇട്ട ഓരോരുത്തരും അല്ലാത്തവരും ഒക്കെ ഞാൻ പറയാം, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്നതൊന്നും ആയിരിക്കില്ല സത്യം. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു വ്യക്തി, ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു വലിയ മണിമാളിക ഒരു വ്യക്തി പണിതിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു പാവപ്പെട്ടവൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ മണിമാളിക പണിതിരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും ആ പുള്ളിയുടെ ഒരു വിചാരം എന്തായിരിക്കും? ഈ പാവപ്പെട്ട വ്യക്തിക്ക് ഈ വ്യക്തിയോട് അസൂയായിരിക്കും. അവൻ അത്രയും വലിയ അവൻ അത്രയും വലിയ വീട് വെച്ചതുകൊണ്ട് ഈ പാവപ്പെട്ട വ്യക്തിക്ക് അവനോട് അസൂയായിരിക്കും എന്നൊക്കെ തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ടീമുകളുണ്ടാകും. എന്നാൽ ഒരിക്കലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ടാകും, എന്നാൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർ പക്ഷേ ആ ഒരു പാവപ്പെട്ട വ്യക്തി ഒരുപക്ഷെ ഇതിനട്ട് നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തതാണ്. അതുകൊണ്ട് അവരങ്ങോട്ട് നോക്കുന്നില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരുപ്പിടിപ്പിക്കണമെന്ന്, പച്ച പിടിപ്പിക്കണമെന്നുള്ള വ്യഗ്രതയിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓട്ടത്തിലായിരിക്കും അവർ മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ തെറ്റിദ്ധാരണ മുഴുവൻ എന്തായിരിക്കും? തെറ്റായിരിക്കും. ഒരുപക്ഷെ അവരൊന്നും ആയിരിക്കില്ല. ചിലപ്പം അവരെ പോലെ തന്നെ അത്രയും കടപിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ പോലെ തന്നെ അത്രയും സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും ഇവരോട് ചിലപ്പോൾ അസൂയ. അവർ പറയുന്നത് എന്തായിരിക്കും? ഇവൻ എന്നെ കഴിഞ്ഞ് ഉയരണ്ട എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും. പക്ഷെ നമ്മുടെ ചിന്ത പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഈ പാവപ്പെട്ടവൻ അവൻ്റെ കണ്ണ് തട്ടിയതാ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ പിള്ളേർ, എൻ്റെ കൊച്ചുങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് നോക്കിയിട്ട് എൻ്റെ കൊച്ചിന് വയറിളക്കം പിടിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും ശരിയാകണമെന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ ചിരിച്ചു കാണിക്കും, നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. നമ്മൾക്ക് അറിഞ്ഞുകൂടാം. അതുകൊണ്ട് നമ്മൾ വഴിയെ കാണുന്നവരെയും അല്ലെങ്കിൽ നമ്മൾക്ക് ദേഷ്യമുള്ളവരെയും ഒക്കെ നമ്മളുടെ ശത്രുപക്ഷത്താണ് അവരെന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം പലപ്പോഴും ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പുള്ളിക്കാരത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പുള്ളിക്കാരത്തി അങ്ങനെ അധികം മിങ്കിളൊന്നും ചെയ്യത്തില്ല, ഞങ്ങളോട് മിങ്കിളൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ മാറി നിൽക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പുള്ളിക്കാരത്തിക്ക് ഞങ്ങളോടൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടക്കേടാണ്, ഞങ്ങളോട് അങ്ങ് ഭയങ്കര അസൂയാണ് എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴും
എനിക്ക് ഈ ചിന്ത തന്നെയായിരുന്നു ഞാൻ അവരെ ഒരു ശത്രുപക്ഷത്താണ് നിർത്തിയത്. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് ഇഷ്ടക്കേടാണ് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രകൃതം എന്ന് പറയുന്നത് അവർ പൊതുവെ ആരോടും അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോഴാണ് ദൈവം എനിക്കൊരു ഒരു ഒരു സ്വപ്നത്തിലൂടെ ഒരു വെളിപ്പാട് എനിക്ക് കാണിച്ചു തരുവാനായിട്ട് ഇടയായി. അവരിങ്ങനെ ഒരു ക്ലീൻ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കുനിഷ്ടൊന്നും അവരുടെ മനസ്സിലില്ല. അവരൊരു ക്ലീൻ ആണ് എന്നും ദൈവം എനിക്ക് കാണിച്ചു തരുവാനായിട്ട് ഇടയായി. ഓർക്കുക, ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളോട് മിണ്ടാത്ത, അല്ലെങ്കിൽ നമ്മളോട് മിങ്കിൾ ചെയ്യാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തോന്നുമ്പോൾ ഈ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന വ്യക്തി നമ്മൾക്ക് എപ്പോഴും പ്രതികൂലമായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയുള്ളവരും ഉണ്ടാകാം. എന്നാൽ അത് മിക്കപ്പോഴും അങ്ങനെ ആകാനല്ല ചാൻസ്. പുറമെ പലപ്പോഴും നമ്മൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്നവരും പുറമെ അത് പ്രകടിപ്പിക്കാറില്ല. അവരെപ്പോഴും നമ്മളെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചും നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞൊക്കെ കൂടത്തിൽ കൂടുന്നവരായിരിക്കാം. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ ഇന്ന വ്യക്തിയായിരിക്കും ഞങ്ങൾക്കെതിരെ ചെയ്തത്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുകയോ ചെയ്യരുത്. അത് നമ്മളുടെ വിടുതലിന് തടസ്സമാകും. അത് നമ്മൾ എത്ര വചനം അയച്ച് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾക്ക് തെളിവില്ലാതെ, നമ്മൾക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒരു വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യരുത്, പ്രതികൂട്ടിൽ നിർത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകരുത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിനും നിൽക്കണ്ട, നമ്മൾ പ്രതികാരത്തിന് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കുവാനൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അതൊക്കെ ദൈവത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് ഭംഗിയോടെ ചെയ്തോളും. നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വരുന്ന ആയുധങ്ങളെല്ലാം ദൈവം കർത്താവേ അതിനെ തകർത്ത് കളയണം. ദൈവം അത് വന്നിടത്തേക്ക് തന്നെ മടക്കി അയക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളുടെ കാര്യത്തിൽ ദൈവം ഒന്ന് ഇടപെടണം. അത്രയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ്സ് നമുക്കുള്ളൂ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഒന്ന് ഇടപെടണം, അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തരണം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വാദിക്കണം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇതൊക്കെയാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇന്ന വ്യക്തിയായിരിക്കും, ഇന്ന വ്യക്തികളാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം അവർ ചിലപ്പോൾ നിരപരാധികളായിരിക്കും. അവർ ചിലപ്പോൾ നമ്മളോട് ഒരു പ്രശ്നത്തിനും വരാത്തവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ അവരെ എങ്ങോട്ട് നിർത്തരുത്, പ്രതികൂട്ടിൽ നിർത്തരുത്. കാരണം പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒത്തിരി അല്ലേ, നമ്മളൊരു വലിയ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും വാഹനമൊന്നുമില്ലാതെ നടന്നു പോകുന്ന വ്യക്തിക്കും അത് കാണുമ്പോൾ അങ്ങ് ഭയങ്കര അസൂയാണ്. ഒരിക്കലും ആയിരിക്കില്ല. അവർ ചിലപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ടാകാം, പക്ഷെ അവരങ്ങനെ ആയിരിക്കില്ല. അവർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ആരോഗ്യമെങ്കിലും തരണമേ, ഞങ്ങൾക്ക് ബസ് കയറി പോകാനുള്ള സാമ്പത്തികമെങ്കിലും ഞങ്ങൾക്ക് തരണമേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് സൈക്കിൾ തരണമേ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് 2 വീലർ തരണമേ. ഇതൊക്കെ ആയിരിക്കും അവരുടെ പ്രാർത്ഥന. നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും, അല്ലെങ്കിൽ ഈ ആർഭാടം കളിച്ച് നടക്കുന്ന വ്യക്തികളുടെ നോക്കുവാനോ അവരെപ്പറ്റി ചിന്തിക്കുവാൻ പോലും അവർക്ക് സമയമുണ്ടാകത്തില്ല. ഇവരുടേതായ ഉപജീവന കാര്യങ്ങളിൽ അവരിങ്ങനെ വ്യഗ്രത കൊണ്ട് നടക്കുകയായിരിക്കും. നമ്മൾക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്നൊന്നും. അതുകൊണ്ട് നമ്മൾ ഇന്നവർ നമ്മളുടെ ശത്രുവായിരിക്കും, ഇന്നയാൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാകും, ഇന്നയാളുടെ കണ്ണ് തട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ഇന്നയാൾക്ക് നമ്മളോട് അസൂയ ഉള്ളത് കൊണ്ടായിരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒരു പക്ഷേ അതൊന്നും ആയിരിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒന്നാമത്തത് നമ്മൾ തിരിച്ചറിയുക. ഇനി രണ്ടാമത്തത്, എന്ത് വിഷയം വന്നാലും അതെല്ലാം എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വെച്ച് നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതും. അവിടെ ചിലപ്പോൾ നമ്മളെ ഒന്ന് പണിതുകൊണ്ടിരിക്കുന്നതായിരിക്കും ദൈവം. ചില തീയുടെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ചില കഷ്ടങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയൊക്കെ കടത്തിവിട്ടും ദൈവം നമ്മളെ ഒന്ന് പണിതെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് എത്തി നോക്കിയും നമ്മളുടെ കുറവുകളും പോരായ്മകളും ഒന്ന് തിരിച്ചറിഞ്ഞും അതിനെയൊക്കെ ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചും ഒരു നല്ല ജീവിതം നമ്മൾ കാഴ്ചവെക്കുവാൻ വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതുമായിരിക്കാം. അതുകൊണ്ട് എന്ത് വിഷയം വന്നാലും അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും, ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും, അങ്ങനെയൊന്നുമല്ല. ഇനി അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാണ്? നമ്മളുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ നമ്മൾക്ക് ചുമ്മാ വിഷയങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതും നമ്മളൊന്ന് റീതിങ്ക് നടത്തേണ്ടത്. ഇത് ആരെങ്കിലും നമ്മൾക്കെതിരെ വല്ല മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ചെയ്ത് വിടുന്നതാണോ,
അസൂയയുടെ സ്പിരിറ്റാണോ, എതിർ പ്രാർത്ഥനകളാണോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തി നമ്മളത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറാകേണ്ടത്. ഇനി അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവം അത് നമ്മൾ പെർഫെക്റ്റ് ആണ് എങ്കിൽ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവമായിട്ട് തന്നെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. വ്യക്തികളെ വെളിപ്പെടുത്തി തരുമെന്നല്ല, കാര്യങ്ങൾ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നും അത് ആ ഒരു വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം വചനങ്ങളൊക്കെ നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരിക്കലും ഇന്ന വ്യക്തികളെ നമ്മൾക്ക് ഒരു തെളിവുമില്ലാതെ, നമ്മൾക്ക് ഒരു കാര്യവും വ്യക്തമായിട്ട് അറിയാതെ, നമ്മൾ കണ്ണുകൊണ്ട് കാണാതെ ആരെയും നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രതിസ്ഥാനത്ത് നിർത്തണ്ട എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണെങ്കിൽ പോലും നമ്മൾ പ്രതികാരത്തിന് പോകണ്ട. നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ, ഈ വ്യക്തി എനിക്കെതിരെ പറയുന്നത്, ഈ വ്യക്തി എനിക്കെതിരെ ചെയ്യുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ, അങ്ങ് എനിക്ക് വേണ്ടി വാദിക്കണം, അങ്ങ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളായിട്ട് വ്യക്തികളെ എങ്ങോട്ട് നിർത്തണ്ട, പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് തോന്നി ഞാനിത് ചെയ്യുവാനായിട്ടിടയായത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.